ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഞങ്ങൾക്ക് ഇതേ ഉള്ളൂ ഈ ഡാൻസ്. പണി ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ കൊണ്ട് കഴിയാത്ത വെയിറ്റ് ഞങ്ങൾ തോളിൽ വെച്ച് കൊണ്ടുപോയിട്ടാണ് വണ്ടിക്ക് ഇടുന്നത്. ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, മാനസികമായിട്ട് തോന്നിയില്ല. ഓപ്പറേഷനൊക്കെ പറഞ്ഞാണ് ഡിസ്ക് ഇളകിയിട്ട് വെയിറ്റ് പൊക്കിയപ്പോ. പക്ഷെ അതൊന്നും പണിക്കിറങ്ങിയാലും നോക്കൂല. പണിക്കിറങ്ങിയ പണി ഞങ്ങൾ തന്നെ ഹാപ്പി ആക്കാൻ വേണ്ടി ചെയ്യേണ്ട സംഭവമാണ്. 2 ദിവസം പണിയെടുത്താല് 2 ദിവസം ലീവ് എടുക്കേണ്ടി വരും. ജോയിന്റ് പോയിട്ടുണ്ടാവും. 13 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഈ തടിപ്പണി. ഞാൻ +2 കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ഏകദേശം ഞങ്ങളുടെ തീരുമാനമായിക്കോളും കജ്ജും കാലൊക്കെ. അല്ല, ഞങ്ങൾ ഉസ്താദ് അതാണ്. എന്റെ അടുത്ത് ഇല്ലാത്തില്ല. ഈ റീൽസും പരിപാടിയായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ടച്ച് ഇല്ല. ഞങ്ങൾ രണ്ടാളും കൊടുന്ന് പറഞ്ഞാൽ ഇവനാണ്. പച്ചോളം പണിയെടുത്തൊരു കാലല്ല. അപ്പൊ അതിന്റെ ഇടയിൽ ജീവിതത്തിൽ എന്തെങ്കിലും രസം വേണം. ഒരുപാട് കമന്റ് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ വീഡിയോസിന്റെ ക്യാമറ ആരാണെന്ന്. ഞങ്ങൾ വീഡിയോസിന്റെ ക്യാമറ ഞങ്ങൾ തന്നെയാണ്. അല്ല, ഈ തടി എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ലീവ് കിട്ടില്ല, അന്നിലൊന്നും ഫ്രീ ആയി നിൽക്കണ്ട. എല്ലാ ദിവസവും ഇത് മുന്നോട്ട് പോകില്ല ഈ ജോലി. വേറെ വല്ല സെക്യൂരിറ്റി വലിയ കടല വർക്ക് ചെയ്യണ്ടേ. ഞങ്ങൾക്ക് അറിയുന്ന പണി അതാണ്. ഞങ്ങൾ ഈ മലപ്പുറം എന്ന് പറഞ്ഞാല് പഠിപ്പ് ഞാൻ നേരെ ഗൾഫിൽ പോയി ചെയ്യണം. പിന്നെ ഞാനൊരിട്ട് പോയി വന്നാണ്. ഇത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. പ്രവാസം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് നല്ലൊരു ബുദ്ധിമുട്ടാണ്. തടിപ്പണിക്കിടെ ഡാൻസ് കളിക്കുക ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? പക്ഷെ ഇങ്ങ് മലപ്പുറത്ത് ക്രേസി ഷുക്കൂറിനും ടീംസിനും പറ്റും. ആ വീഡിയോ ഏകദേശം കുറേ ആളുകളാണ് കണ്ടത്. ആ ടീമാണ് എന്നോടൊപ്പം ഉള്ളത് അല്ലേ? ഹായ്. കുറച്ച് ലൂസായിട്ട് നിൽക്കുക, നിങ്ങൾ മറ്റേ തടി പിടിക്കുന്ന പോലെ നിൽക്കാണ്ട്. സത്യത്തിൽ നിങ്ങളുടെ ആ വീഡിയോ ഇല്ലേ, ആ വീഡിയോയില് നിങ്ങൾ അസാധ്യമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതായത് അത്രയും വലിയൊരു തടി, അല്ലെങ്കിൽ തടിപ്പണി എന്ന് പറയുന്നത് എൻ്റെ അമ്മാവന് എൻ്റെ ആങ്ങളമാരൊക്കെ ഈ പണിക്ക് പോകുന്നുണ്ട്. അപ്പം നമുക്കറിയാം അവർക്ക് ഇവിടെ പെയിനാണ് എപ്പോഴും. ഇത് ചെയ്ത് പൊക്കുകയും വലിക്കുകയും പിന്നെ കൊണ്ടിടുകയും ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റുന്നത്? ഞങ്ങൾ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഞങ്ങൾക്ക് ഇതേ ഉള്ളൂ. എന്ത് കളിയോ? ഈ ഡാൻസ് അത് ഞങ്ങള് ഉച്ചക്ക് ലഞ്ച് ടൈമിലൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് ടൈം ഫ്രീ കിട്ടും. ആ സമയത്ത് ഞങ്ങൾ തന്നെ ഹാപ്പി ആക്കാൻ വേണ്ടി ചെയ്യേണ്ട സംഭവമാണ്. റീൽസ് എടുക്കുന്നതിന് മുന്നേ ഇപ്പൊ നിങ്ങളുടെ ആ വീഡിയോ എനിക്കൊന്ന് ഒരു ഏകദേശം എത്രയോ മില്യൺസ് ഓടിയിട്ടുണ്ട്. ആ മില്യൺസ് ഓടുന്ന വീഡിയോ എടുത്തത് ഇപ്പൊ എന്താണെങ്കിലും ഇപ്പൊ ഒരാൾ പിടിച്ചോണ്ട് നിൽക്കുമ്പോ ആ സെയിം സ്റ്റെപ്പ് ഇട്ടിട്ട് കളിച്ച് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ വല്ലതും ചെയ്തിരുന്നോ? ഇല്ല, ഞങ്ങളെ വർക്കിന്റെ ഇടയിൽ ആ ക്യാമറ അവിടെ എടുക്കും, അത്രേ ഉള്ളൂ. അതിന്റെ ഇടയിൽ 1-2 സ്റ്റെപ്പ് ഞങ്ങൾ എടുക്കും. അല്ലാതെ ബാക്കിയുള്ള ലോഡ് ചെയ്യണമൊക്കെ ഞങ്ങൾ അതിനായിട്ട് സെപ്പറേറ്റ് ഒരു പിന്നെ ഇതെടുക്കല്ല. ഞങ്ങൾ വർക്കിന്റെ ഇടയിൽ വീഡിയോ ഓൺ ആക്കും. പിന്നെ സ്റ്റെപ്പ് മാത്രം സെപ്പറേറ്റ് എടുക്കുകയാണ്. സ്റ്റെപ്പ് മാത്രം സെപ്പറേറ്റ് എടുക്കുക ആ വീഡിയോ പോലെ. ഞാനിപ്പോ ട്യൂൺ ഇട്ടാ ചിലപ്പോ മാറിപ്പോ. ആ നിങ്ങളുടെ വയറില ഞാൻ വന്നപ്പോഴേ ആ ട്യൂൺ ഇട്ടപ്പോഴേ മാറിപ്പോയായിരുന്നു. അതില് ഷുക്കൂർ എന്നല്ലേ പേര്? ഷുക്കൂർ പേരെങ്ങനെയാ? ഷമീർ സെയ്ദ്. ഇവരെ മലപ്പുറംകാരാണ് കേട്ടോ. ഇവർക്ക് ഞാൻ സംസാരിക്കുന്നത് മനസ്സിലാവാഞ്ഞിട്ടാണ് എല്ലാവരുടെയും കണ്ണൊക്കെ മിഴിഞ്ഞു വരുന്നുണ്ട് അല്ലേ? സംസാരിക്കത്തിന് ബുദ്ധിമുട്ട് വരുന്നില്ലേ? ഇപ്പൊ എന്തോ കാലിന് വയ്യാന്ന് പറഞ്ഞു. ചെറിയൊരു ഓപ്പറേഷൻ. എന്ത് പറ്റി? വെരിക്കോസ് വെയിൻ. ഓക്കെ. അന്ന് ഒരു റീലിനകത്ത് പള്ളി പോവാൻ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഒരു റീൽ എടുത്തില്ലേ? അതായത് നമുക്ക് നാളെ അവധിയല്ലേ, നമുക്ക് പള്ളിയിൽ പോണം, എവിടെയൊക്കെ പോണം എന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ വീണ്ടും പണിക്ക് വരുന്നൊരു നിങ്ങൾ എങ്ങോട്ടോ പോവാൻ പ്ലാൻ ചെയ്തിട്ട് പക്ഷെ പ്ലാൻ ചെയ്ത് നടക്കുന്നില്ല. നിങ്ങളുടെ വർക്ക് അതേപോലെ തന്നെ മറ്റേ നിങ്ങൾ അത് ഞങ്ങൾ പെരുന്നാൾക്ക് എടുത്തൊരു കണ്ടന്റ് ആണ്. പെരുന്നാൾക്ക് ഞങ്ങൾ ഫുള്ള് പ്ലാൻ ചെയ്യും. പക്ഷെ അപ്പൊ പിന്നെ ലീവ് മുതലാളി ലീവ് വരില്ല. ആ ഒരു പ്രശ്നം കൊണ്ട് പിന്നെ അങ്ങനെ വീണ്ടും പണിക്കിറങ്ങണാണ്. ഞാൻ ഇവരോട് പലതവണ ഇന്റർവ്യൂ ചോദിച്ചപ്പോഴും മുതലാളി സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ. എന്നിട്ടും പക്ഷെ ഇത്രയൊക്കെ റീൽസ് ഇട്ടിട്ട് മുതലാളി ഇതൊക്കെ കാണുന്നില്ലേ? ഞങ്ങള് മുതലാളി സമ്മതിക്കില്ല പറഞ്ഞാലേ ഞമ്മക്കൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിട്ട് അതാന്ന് പറഞ്ഞു വർക്കിന്റെ ഇടയില് പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം അത് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടല്ലേ. മൂപ്പര് ഫുൾ സപ്പോർട്ടാണ്. 2 ആൾക്കാരാണ്, സക്കീർ ഉമ്മർ പറഞ്ഞിട്ട്. 2 നല്ല സപ്പോർട്ടാണ് ഇതിന്. അവർക്കൊരു കുഴപ്പമില്ല. പക്ഷെ നമ്മള് വർക്കിന്റെ ഇടയില് ഇന്റർവ്യൂ ആയിട്ട് സംഭവം വേണ്ടാച്ചിട്ടാണ് അന്ന് ഞങ്ങള് വിളിച്ചപ്പോ ഒരു ഫ്രീയിലെ ദിവസം പറയാന്ന് പറഞ്ഞു. ഷുക്കൂർ, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? ഷമീറെ? എനിക്ക് 39. 35. 33. മലപ്പുറല്ലേ? അതെ മനസ്സിലായി. എന്റെ ഒരു കൂട്ടാനുണ്ട്, ഉയ്യണ്ടാന്ന് അവൻ പറയുന്നത്. ഷാബിൽ എന്നാ പേര്. ഞാൻ ഛർദിച്ചപ്പോ എന്നോട് പറയാം ഉയ്യണ്ടാന്ന്. അപ്പൊ എനിക്ക് ആദ്യം മനസ്സിലായില്ല, എനിക്ക് ഭാഷ മനസ്സിലാവുന്നില്ല. പിന്നീടാ മനസ്സിലായ ഛർദിച്ചപ്പോ പുറം തിരുമ്മിയതിന് ഉയ്യണ്ടാന്ന് പറഞ്ഞതാണെന്ന്. അപ്പൊ അതുകൊണ്ട് അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ ഈ ഇത്രയും പ്രായത്തിനിടയ്ക്ക് നിങ്ങൾ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാൾ? ഞാൻ ഏജ് ചോദിക്കാനുള്ള കാരണം അതുകൊണ്ടാണ്. കാരണം ഈ ജോലി നിങ്ങൾ തുടങ്ങിയിട്ട് എത്ര നാൾ? ഒരുപാട് വർഷം മുന്നേ ബല പിന്നാലെ ഉണ്ട്. പിന്നെ ഗൾഫിൽ പോവും, വരും, പിന്നെ ബല പിന്നാലെ തന്നെ കൂടും, പോവും, വരും.
അങ്ങനെ ഇങ്ങനെ ആയിട്ട് പിന്നാലെ ആണോ എന്തായാലും ഒരു 10-12 വർഷം 13 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ഈ തടിപ്പണി? ഞങ്ങള് ഞാൻ +2 കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങളെല്ലാരും അങ്ങനെ തന്നെ പഠിപ്പ് കഴിഞ്ഞിട്ട് നേരെ ഈ ഫീൽഡിൽ ഇറങ്ങിക്കുക. ഞങ്ങളെ വാപ്പക്കാരന്മാരായിട്ട് ഇത് തന്നെയാണ് പരിപാടി. ഏത് റബ്ബർ? നിങ്ങള് റബ്ബർ എന്നല്ല, മരപ്പണിയാണ് ഞങ്ങൾക്ക്. മരപ്പണി. അപ്പൊ ഇപ്പൊ എല്ലാം മരം ഉണ്ടാവും. എല്ലാം മരം. +2 കഴിഞ്ഞ പോലെ ഇത് തടിപ്പണിക്ക് ഇറങ്ങി. +2 കഴിഞ്ഞിട്ട് ഏകദേശം +2 കഴിഞ്ഞിട്ട് ഞങ്ങള് കുറച്ചൊക്കെ വെറുതെ ഇറന്നിട്ടുണ്ടാവുള്ളൂ. പിന്നെ നേരെ ഈ പരിപാടിക്ക് ഇറങ്ങിക്കുക. തന്നെ ഏകദേശം ഞങ്ങളുടെ തീരുമാനമായിക്കോളൂ കജ്ജും കാലൊക്കെ. ഇതൊക്കെ തന്നെ ഞങ്ങളെ കൂട്ടത്തിൽ എല്ലാവർക്കും ഉണ്ടാവും. അത് ഈ തടി എന്ന് അറിയും. പക്ഷെ ഇവന്റെ കാലിലും പ്രശ്നം തന്നെ കയറും. 2 ദിവസം പണിയെടുത്താല് 2 ദിവസം ലീവ് എടുക്കേണ്ടി വരും. ജോയിന്റ് പോയിട്ടുണ്ടാവും. വലിയ കൂട്ട് ഞങ്ങൾക്കിപ്പോ ഉണ്ട് ഒരു ചെക്കൻ അംസാറി, ഓനുണ്ട്. ഓന്റെ കാലം ഇതേ സെയിം പ്രശ്നമുണ്ട്. നല്ല പ്രശ്നങ്ങൾ. നിങ്ങൾ മുറിക്കുന്നില്ല മരം? എല്ലാതും ഉണ്ട്. ശരി, അതിനകത്ത് കണ്ടിരുന്നു ഇങ്ങനെ മറ്റേ മേളിലേക്ക് എടുത്തിട്ടിട്ട്. അപ്പൊ ആരാ ടോപ്പിലൊക്കെ കേറുന്നത്? അതിന് വേറൊരാളുണ്ട്. ഞങ്ങള് കേറി മുറിക്കല്ലാതെ ബാക്കി എല്ലാ പരിപാടിയും ഞങ്ങൾ ഒപ്പെല്ലാരും ചെയ്യും. കട്ട് ചെയ്യലും അതേമാതിരി തന്നെ ലോഡിങ്, ഡ്രൈവർ ഒക്കെ ഞങ്ങൾ തന്നെയാണ്. എല്ലാ പരിപാടിയും ഞങ്ങൾ തന്നെ ചെയ്യല്. ഒരാൾക്ക് ഇന്ന പണിന്ന് അങ്ങനെയില്ല, എല്ലാരും ചെയ്യാം. രാവിലെ മരം മുറിച്ച വൈകുന്നേരം ആകുമ്പോൾ ലോഡ് ചെയ്തിട്ട് അതിലെല്ലാ പണിയും പോടും. അപ്പൊ ഇന്ന സമയമൊന്നുമില്ല, കഴിയുമ്പോ കഴിയാ. ഈ മരപ്പണി ഇപ്പൊ ബാപ്പമാരൊക്കെ ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ അതിലേക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലേ? അങ്ങനെ വെച്ചാല് നമ്മള് കണ്ടു വളർന്നത് അതാണ്. ഞങ്ങൾക്ക് അറിയുന്ന പണി അതാണ്. ഞങ്ങള് വേറെ ഏകദേശം ഞങ്ങൾ ഈ മലപ്പുറം എന്ന് പറഞ്ഞാല് പണി പഠിപ്പ് ഞാൻ നേരെ ഗൾഫിൽ പോവാ ചെയ്യണത്. അങ്ങനത്തെ ഒരു പരിപാടി ഞങ്ങൾ ഈ ഏരിയയിൽ കാര്യമായിട്ട്. അപ്പൊ ഞങ്ങള് പറഞ്ഞാല് വാപ്പകാരനായിട്ട് ഒരു പണി ഉണ്ട് ഞങ്ങക്ക്. അപ്പൊ ഞങ്ങൾ അയക്കട് ചേർന്നു ഈ ലോഡിങ്, മരമുറി. അതിന്റെ ഇടയിൽ ഗൾഫ് ഞാനൊരു പോയി വന്നാണ്. പോയി ടച്ച് ചെയ്ത് പോരും. വന്നപ്പോ ഇതേമാർക്ക് വെറുതെ എടുക്കേണ്ട ആവശ്യം വന്നില്ല. അവിടെ ഒരു പണി ഉണ്ടാവുകൊണ്ട് അയക്ക് കൂടി. ഗൾഫില് പോകുന്നതിനെ കഴിഞ്ഞും കഷ്ടപ്പാടാണോ ഇവിടെ, അതോ ഗൾഫാണോ സുഖം? രണ്ടും രണ്ട് രീതിയിൽ. അവിടെ ബുദ്ധിമുട്ട്. പ്രവാസികൾ പറഞ്ഞ ഞാൻ അനുഭവിച്ചാണ്. ഒരാളെ പരിപാടി തന്നെയാണ്. ഇവിടെ നമുക്ക് നാട്ടില് പണി കഴിഞ്ഞപ്പോ പെരയിച്ച ഉമ്മാനെയും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കാണാം. അവിടെ ആവുമ്പോ പറ്റൂല. ഇത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. പ്രവാസം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് നല്ലൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ അനുഭവിച്ചാണ് 2 കൊല്ലം. അതൊക്കെ ഒന്ന് അനുഭവിക്കുന്നേ വേണം അവിടുത്തെ ഇത്. ഞങ്ങളൊക്കെ എല്ലാരും പ്രവാസികളായിരുന്നു. ആലോചിക്കാ ആ സീന്. അവിടേക്കാണ് പോവാണ്ട്. 14 കൊല്ലം ഞാൻ അവിടെ ഉണ്ടായതാ. എനിക്കറിയാം. സുബൈക്ക് 3 മണിക്കൊക്കെ നീക്കണോ. ഉറങ്ങുമ്പോ രാത്രി 12 മണി കഴിയും. അതിന്റെ ഉള്ളിലൊക്കെ പണി തന്നെയല്ലേ. കണ്ടിന്യൂസ് ജോലി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഇവര് പറഞ്ഞ പോലെ നമ്മുടെ നാട് കൂട്ടുകാര്. അവിടെ വീടും കമ്പനി ഇതൊക്കെ വ്യത്യാസമുള്ള ഡ്യൂട്ടികളായിരിക്കും. വീടിന് ടൈമില്ലല്ലോ. ഇവിടെ ഇനിയിപ്പോ എത്ര മല്ലിക്കെട്ടിയ പണിയാണെങ്കിലും വൈകുന്നേരം പെരേക്ക് എത്തുമല്ലോ. അപ്പൊ ഒരു സന്തോഷം തന്നെയല്ലേ പെരേക്ക് കയറി ചെല്ലുമ്പോ അവനെ പെരക്കാരൊക്കെ കാണാല്ലേ. മറ്റേത് റൂമൊക്കെ ഇല്ലട. ആ ഒരു മാറ്റം എന്തായാലും ഉണ്ടാവും. നിങ്ങളുടെ വർക്കിംഗ് ഡ്രസ്സേ ഞാൻ ശരിക്കും ഇവരുടെ വർക്കിംഗ് സ്ഥലത്ത് പോയി ചെയ്യണം എന്നൊക്കെ ഓർത്തത്. പക്ഷെ വർക്കിംഗ് ഡ്രസ്സിലല്ല നിങ്ങളെ ഈ ലുക്കിൽ കാണുന്നത് എനിക്ക് ഉണ്ടായിരുന്നത്. ഞങ്ങൾ എപ്പോഴേലും ഉണ്ടാവുള്ളൂ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ദിവസം മാത്രം. വെള്ളിയാഴ്ച ലീവ്. പള്ളി പോകണ്ടോ? വെള്ളിയാഴ്ച ഒരു 11 മണിക്ക് ശേഷം പള്ളി വിട്ടു വരുന്നവര് ഡ്രസ്സ് കാണാം. വല്ല കല്യാണം എന്തെങ്കിലും കിട്ടണം. ഞങ്ങൾ ഫുള്ള് വർക്കിംഗ് ഡ്രസ്സിൽ തന്നെ. അതെ, നീല ഷമീറിന്റെ, റെഡ് ഷുക്കൂറിന്റെ, ഞാനൊക്കെ ഒരു വൈറ്റ് പോലത്തെ, വൈറ്റ് അല്ല ഒരു വൈറ്റ് ആയിരുന്നു കാണും, കറ പിടിച്ച. ഇതെന്താ വെച്ചാല് ഒരു ഷർട്ട് നമ്മള് കുറെ യൂസ് ചെയ്യണ്ടല്ലോ. ഒരു ഷർട്ടൊക്കെ എടുത്ത് കഴിഞ്ഞാൽ മാക്സിമം ഒരു 3 ആഴ്ച 4 ആഴ്ച പോയി കറായിട്ടും ഇതൊക്കെ ഞങ്ങൾ ഒഴിവാക്കും. പരമാവധി ഞങ്ങൾ ഉപയോഗിക്കും, എന്നിട്ട് ഞങ്ങൾ ഒഴിവാക്കുള്ളൂ. കൂടെ നടന്നത് കൊണ്ടായിരിക്കും. അതിനെ പോലെ ഒഴിവാക്കാൻ മടിയാണല്ലേ. കുറച്ച് ദിവസം നിങ്ങളുടെ ഈ റീൽസ് എടുക്കുന്നതിന് മുന്നേ ഈ കലാവാസനയോട് കൂടി വർക്ക് ചെയ്യണം എന്നുള്ളൊരു അല്ല, ഞങ്ങൾ ഉസ്താദ് അതാണ്. ഇതെന്താ വെച്ചാല് ഇവന്റെ അടുത്ത് ഇല്ലാത്തില്ല. എന്താ വെച്ചാല് ഉഷബിയല്ല, ഞങ്ങള് രണ്ടാളെന്ന് പറഞ്ഞാല് ഇതിനോട് ഒരു ടച്ചും അധികം ഉണ്ടാകുന്നില്ല. ഈ ഇങ്ങനത്തെ റീൽസും പരിപാടി ഈ റീൽസും പരിപാടിയായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ടച്ച് ഇല്ല. പക്ഷെ ഇതിക്ക് ഞങ്ങള് രണ്ടാളെയും കൊടുന്ന് പറഞ്ഞാൽ ഇവനാണ്. ഇതിലെല്ലാ കാര്യം ഇവന്റെ കൂട്ടത്തിലൊരു റീൽസ് അതല്ല പറയണേ. ഇതെന്താ സംഭവം എന്ന് വെച്ചാല് ഇവനത് പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്. ഇപ്പൊ ഈ റീൽസിൽ അഭിനയിക്കാനുള്ള ഒരു കഴിവ്, ഇതൊക്കെയാണ് നമുക്ക്
എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ട് തന്നെ വെച്ചറിയില്ല. നമ്മളിപ്പോ എന്നും കൂടെ പണിയെടുത്തിട്ട് കാര്യമല്ലോ, മരിച്ചോളം പണിയെടുത്തിട്ട് കാര്യമല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ ജീവിതത്തിൽ എന്തെങ്കിലും രസം വേണം. സന്തോഷമാണ്, ഹാപ്പിനെസ്. ആ ഒരു സംഭവത്തിലാണ് ഇപ്പൊ ഞാൻ ഇതൊക്കെ ഇറങ്ങിയത്. ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ ഈ വീഡിയോ ഏറ്റവും കൂടുതൽ കണ്ടതും സാധാരണക്കാരാണ്. അതായത് റീൽസ് നമുക്ക് പല വിധത്തിലെടുക്കാം. അത് നിങ്ങളൊക്കെ അറിയാലോ, നമുക്ക് ഓരോ റീൽസ് ഓരോ തരത്തിൽ ആളുകളിലേക്ക് എത്തുന്നത്. ഞാൻ പറഞ്ഞ എനിക്ക് കണക്റ്റഡ് ആയ കാര്യം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. എന്റെ അമ്മാവന്മാരും ആങ്ങളമാരും ഒക്കെ തടിപ്പണിക്ക് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആണ്. വേറെ ഒന്നുമില്ല, അത് കണക്റ്റഡ് ആണ്. പിന്നെ ഒരു വർത്താനം ഇല്ല അതിനപ്പുറത്തേക്ക്. അതുപോലെ തന്നെ ഈ പണിക്കാർക്കും അവരിതുപോലെ തന്നെ അവരുടെ ഫൺ ടൈം. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ റീൽസ് വന്നേ പിന്നെയാണ് ഇത്രയും നിങ്ങളുടെ ഒരു റീൽസിലേക്ക് മാറിയത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൺ ടൈം ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു നിങ്ങൾ ആദ്യമൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്? ഇപ്പൊ ചെറുതിലെ ഒരു 10, 17, 18 വയസ്സ് മുതൽ തുടങ്ങിയതല്ലേ, അന്നൊക്കെ എങ്ങനെയായിരുന്നു? ചുമ്മാ സൊറ പറഞ്ഞ് ഇരിക്കുക, ഉച്ച ടൈമിൽ റെസ്റ്റിൽ പറഞ്ഞാൽ കടന്നുറങ്ങുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ്. അങ്ങനത്തെ സംഭവമായിരുന്നു. ഇതിപ്പോ നമ്മക്ക് അറിയില്ലല്ലോ നമ്മളെ മുതലാളിമാര് ഇപ്പൊ ഇതിന് എങ്ങനെയായിരിക്കും തരിക. അപ്പൊ ഇതിങ്ങനെ തുടങ്ങി കഴിഞ്ഞേക്ക് വലിയ കുഴപ്പമില്ല, സപ്പോർട്ടാണ്, കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളങ്ങനെ ഇപ്പൊ കണ്ടിന്യൂ. കമന്റ്സ് ഒക്കെ വായിച്ചിരുന്നോ? വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നാമത് വേറെ വീഡിയോസ് എഡിറ്റ് ചെയ്യാണ്ടാവും. അതിന്റെ പരമാവധി കഴിയുന്ന പോലെ കമന്റിന് റീപ്ലൈ കൊടുക്കും, ലൈക്ക് കൊടുക്കും. പിന്നെ ഞങ്ങളിപ്പോ ബിഗ് ഡോഗ്സ് പറഞ്ഞ വീഡിയോസ് ഉണ്ട്, അതിന് 12,000 13,000 കമന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഫുള്ളൊന്നും വായിക്കാൻ സമയം കിട്ടൂല. അപ്പൊ പരമാവധി വായിച്ചു നോക്കും, റീപ്ലൈ കൊടുക്കും. അല്ല, എല്ലാരും ഇട്ടേക്കുന്ന കമന്റിൽ എല്ലാവർക്കും അത് വായിക്കുമ്പോ നമുക്കൊരു സന്തോഷമാണ്. ആൾക്കാർ കമന്റ് ചെയ്യുമ്പോ നമ്മൾ സപ്പോർട്ടാണ്. അത് സന്തോഷമാണ്. നിങ്ങൾ ചെയ്യുന്ന വർക്ക് നിങ്ങൾ ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്നു എന്നുള്ള. ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ ആസ്വദിച്ച് ചെയ്യെങ്കിലേ അത് കാണുന്നവർക്ക് അത് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? ആ ഒരു ഇത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് എല്ലാരും നല്ല സപ്പോർട്ട് ഉണ്ട്. പ്രത്യേകിച്ച് ഈ വർക്കിനിടയിൽ ഒരു വീഡിയോസ് എടുക്കുമ്പോ അതിന് പ്രത്യേക നല്ലൊരു സപ്പോർട്ട് വരുന്നുണ്ട്. അത് നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. വീഡിയോക്ക് റീച്ച് കുറഞ്ഞു വർക്കിംഗ് ഡ്രസ് അല്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞില്ല, പണിന്റെ ഇടയിലുള്ള സംഭവം. ഞാൻ മെയിൻ ആയിട്ട് വീഡിയോ ഇടുന്നതിന് അതിലും അപ്പുറമായിട്ട് ഞങ്ങൾക്ക് ഇതൊരു സന്തോഷമാണ്. ഇത് ചെയ്യുമ്പോ വീഡിയോസ് ചെയ്യുമ്പോ ഞങ്ങൾക്ക് ഒരു സന്തോഷം. കാരണം പണിന്റെ ഇടയിൽ കുറച്ച് സമയം ഞങ്ങൾക്ക് ആരും ഇല്ലാതെ കുറച്ച് എൻജോയ് ചെയ്യാൻ കഴിയല്ലോ. ആ ഒരു സംഭവം അതാണ് മെയിൻ. പിന്നെ ആൾക്കാരെ സപ്പോർട്ട് ഈ വീഡിയോസിന് കിട്ടുമ്പോ ഒന്നുകൂടി. ഇതിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മുതലാളിമാരാ. ഈ 2 മുതലാളിമാരെ കുടുംബക്കാരാണ് അതിൽ പണിയെടുക്കുന്നത്. പുറമൊന്നും ആയിരിക്കല്ലോ, 1-2 ഭായിമാര് കുടുംബക്കാരാണ്, ഒക്കെ ഫാമിലിയാണ്, കുടുംബാണ്. അതിലൊരു മുതലാളിന്റെ ഏളാപ്പാന്റെ, ഇനിയിപ്പോ നിങ്ങളോട് എന്താ പറയാറില്ല, ഏളാപ്പാന്റെ മകനാണ്. അങ്ങനൊക്കെയുള്ള ഇവന്റെ കാരണമാണ് മുതലാളി. ഇവന്റെ കാരണന്മാര് 2 ആളുണ്ട് ഇതില്. ഒന്ന് ഡ്രൈവറായിട്ടും ഒന്ന് മുതലാളി ആയിട്ടുണ്ട്. പിന്നെ ബെന്നാണ്. പിന്നെ ഓന്റെ ഒരു പാദവൻസ് ഇങ്ങനെ പോണ്ടാവും, പാതാക്കരാന്ന് എഴുതിയിട്ട്. മുതലാളിമാരായി നിക്കല്ല, പണിക്കാർ പണിയുണ്ട്. മുതലാളി പേരിനുള്ളൂ, ഒക്കെ മുറിക്കലും കയറ്റലും എല്ലാരും ഒന്നിച്ചുള്ള പരിപാടിയാണ്. ആ സംഭവമാണ്. ചായ പറഞ്ഞിട്ട് ഞാൻ തന്നെ ആരും ഇല്ലല്ലോ എന്നുള്ള. പക്ഷെ നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ, ഈ സാധാരണക്കാരന്റെ സന്തോഷം കാണുമ്പോ അതിൽ ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഡ്രസ്സ്, ആ സ്ഥലം, നമ്മുടെ വിയർപ്പ്, അതിനൊക്കെ ഒരു അധ്വാനത്തിന് വിലയുള്ള ഒരു സാധനമാണ്. പക്ഷെ നമ്മൾ ഇതിലെന്താ വെച്ചാല്, ഞാൻ ഇതിപ്പോ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതിന്റെ ഇടക്ക് ഗൾഫിൽ പോയി. അപ്പൊ ഇതിന്റെ ഇടക്ക് ഞാൻ വേറെ പണിക്കും പോയിട്ടുണ്ട്. സാധാരണ പണിക്കും. പക്ഷെ ഇതിലെന്താ വെച്ചാല്, ഇതിന്റെ എളാപ്പാന്റെ മക്കളുണ്ട്, പിന്നെ ഇവരുണ്ട്. പക്ഷെ നമുക്കൊരു ജ്യേഷ്ഠനാനിയ അങ്ങനെ ഒരു ടച്ച് അല്ല ഇതിൽ വരുന്നത്. ഇതിലൊക്കെ കൂട്ടുകാര്. നമുക്കൊരു പ്രശ്നം വരുന്നില്ല. എല്ലാരും കൂട്ടുകാരായിട്ടില്ല ഒരു ഇതാണ്. മട്ടിച്ചൂല. മുതലാളി നമ്മളെ മുതലാളിമാരെ നമ്മളെ ഭരിക്കാൻ അങ്ങനെ സംഭവം ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവമല്ല. ഇത് പറഞ്ഞാല് നമ്മള് രാവിലെ ചിലപ്പോ നേരത്തെ ഇറങ്ങിയിട്ട് ചിലപ്പോ കുറെ വൈകിട്ടാണ് കഴിയുക. പക്ഷെ ആ കഴിയുമ്പോഴും നമുക്ക് പണി മാറ്റി കഴിഞ്ഞാലും ശരി, നമുക്കൊരു ക്ഷീണം പണിയുടെ ക്ഷീണം എന്നല്ലാതെ മട്ടിച്ചൊരു മടിക്ക ആ പരിപാടി ഇല്ല ഇതിലുണ്ടായിട്ട്. അപ്പോഴും ആ പണി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ബൈക്കുമേ അവിടെ ഇരുന്നിട്ട് ഒരു 5 മിനിറ്റ് പാടെ വർത്താനം പറഞ്ഞിട്ട് പോവാന്നില്ലേ ഒരു ഇതാണ് നമ്മളെ മനസ്സിൽ വരിക. എത്ര മണിക്ക് രാവിലെ ഇറങ്ങുന്നത്? ഇത് ഈ പണിക്കൊക്കെ വെളുപ്പിനെ ഇറങ്ങണ്ടേ? 7 മണി 8 മണിയാകുമ്പത്തിന് പണിക്കിറങ്ങും. വൈകുന്നേരം ചിലപ്പോ പണിക്കനുസരിച്ചാ. ചിലപ്പോ ഞങ്ങള് രാത്രി പേരേക്ക് എത്രയെന്നുണ്ടെങ്കിൽ 10 മണിയാവും. ലോഡ് ചിലപ്പോ വണ്ടി പിന്നെ സ്വീപ്പാവേ അല്ലെങ്കിൽ വണ്ടി കണ്ടത്തിൽ തൊടുവില് പൂന്തൊക്കെ ചെയ്താല് അപ്പൊ ബുദ്ധിമുട്ടാവും. അപ്പൊ നേരം പോകും, 10 മണിയൊക്കെ ആവും. ഈ പറഞ്ഞ വെയിറ്റ് എത്ര കിലോ താങ്ങും? ഫിക്സഡ് വെയിറ്റ് ഉണ്ടാവില്ല. അങ്ങനെയല്ല, ചുമ്മാ ചോദിച്ചതാ. കാരണം സിമ്പിൾ ആയിട്ട് പാതാക്കരയിലേക്ക് ഇങ്ങനെ എടുത്ത് പുഷ് ചെയ്യുന്ന ഒരു സീൻ ഞാൻ കണ്ടായിരുന്നു. അത് ഞങ്ങൾ അത്രയും പവർ ഇല്ലാതുണ്ട്. ഒരു ഐഡിയ എന്നൊക്കെ പറയില്ലേ, പ്രാക്ടീസ് ആയിട്ട് ആ ഒരു സംഭവം. ഞാൻ ഇന്ത്യക്കായും വെയിറ്റില് ഞാൻ പറഞ്ഞത്, ഞാൻ ഏറ്റവും
വണ്ണല്ല സാധനം നിങ്ങള് റീൽസിലും ഇതിലൊക്കെ ശ്രദ്ധിച്ചായി വെയിറ്റും അതിപ്പോ ആ വലിയൊരു സംഭവമായിട്ടല്ല അത് എന്റെ പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു ഐഡിയ 10-12 വർഷമായില്ലേ. തടി മാത്രമേ കയറ്റത്തുള്ളൂ പൊക്കത്തുള്ളൂ എന്ത് അല്ല ഈ തടി അങ്ങനെ ഒരു ഐഡിയ കൂടി എടുക്കലാണ്. അല്ല ഈ തടി എടുക്കാൻ പറ്റില്ലല്ലേ? ഏയ്. ഫിക്സഡാ 75. അപ്പൊ ഞങ്ങക്ക് വെള്ളിയാഴ്ച ലീവ് കിട്ടില്ല, അന്നിലൊന്നും ഫ്രീ ആയി നിൽക്കണ്ട എല്ലാ ദിവസവും. ഇത് പക്ഷെ എടുക്കാനേ പറ്റത്തുള്ളൂ, താഴെ ഇടാൻ പറ്റത്തില്ല, ഇങ്ങനെ തന്നെ പിടിച്ചോണ്ട് പോകേണ്ടി വരും അല്ല. ആ അതന്നെയാണ് ഇപ്പൊ റീൽസിൽ ലാസ്റ്റത്തെ റീൽസിൽ തന്നെ അങ്ങനെ ഉണ്ടാകുമ്പോടെ വേണം ഇവനെ പിടിക്കാന്. പക്ഷെ അപ്പൊ ഒരു പേടി, ഇത് മരം അങ്ങനെയല്ലല്ലോ, നമുക്ക് എടുക്കാലോ. കെയർ ചെയ്യേണ്ട ആവശ്യമില്ല, ഇട്ടാ പോലെ. അതന്നെ, എന്ത് നമുക്ക് തോന്നിയാൽ ആ സ്പോട്ടിൽ നമുക്ക് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തട്ടിടാം. വേറെ എന്തെങ്കിലും വെയിറ്റ് അപ്പൊ ടൈൽസ് അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ലല്ലോ. ഇത് നമുക്ക് പറ്റില്ലെന്നുണ്ടെങ്കിൽ അപ്പൊ താഴത്തേക്ക് ഇടാം. ഒന്ന് സ്ഥലം നോക്കിയാൽ മാത്രം, സ്ഥലം മാത്രം നോക്കിയാൽ മതി. കൂട്ടത്തിലെ ഡാൻസർ ആണെന്ന് പറഞ്ഞു, മൈക്കിൾ ജാക്സണാ. ഞാൻ കണ്ടിരുന്നു മൈക്കിൾ ജാക്സന്റെ മൂൺ വാക്ക് ആണ് അതിനകത്ത് നടത്തിയത്. ചിരിക്കുന്നത് എല്ലാരും ഡാൻസ് കൊറേ മരുന്നുകളുണ്ട് അവന്റെ അടുത്ത്. അങ്ങനെയൊന്നുമില്ല, എല്ലാരും ഞങ്ങളെ കമന്റ് വായിച്ചത് മനസ്സിലാവും. അതിൽ ഒരുപാട് മെയിൻ ആയിട്ട് ഷുക്കൂറിന്റെ ഡാൻസ്, ഓന്റെ പാട്ട് ഒരു ഇതൊന്നും ഇല്ല. ഞാന് പിന്നെ ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല. ഡാൻസ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അന്നത്തെ സാഹചര്യം ഒന്നും പറ്റിയില്ല. പക്ഷെ ഇപ്പൊ പോവാലോ. ഇപ്പൊ പിന്നെ സാഹചര്യം ഒക്കെയാണ്, പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ സമയമല്ല. പോകാം, ഇപ്പൊ ഓൺലൈൻ ഒക്കെ ഉണ്ട്. ഷുക്കൂറിന്റെ മുടി ഒന്ന് കാണിച്ചു, ഷുക്കൂറിന്റെ മുടിയൊക്കെ ഭയങ്കര രസം. ഇവിടെ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് കാണിക്കാം അങ്ങോട്ട്. ഇത് എനിക്ക് അങ്ങനെയല്ല, 2 സ്റ്റേജ് ചിലപ്പോ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കെട്ടലാണ് പണിന്റെ അടിയിൽ. അത് മോഡലിന് വേണ്ടിട്ടല്ല, നമ്മള് വർക്ക് ചെയ്യുമ്പോ ഇങ്ങനെ താഴുമ്പോ ഇങ്ങനെ മുന്നോട്ട് വരും. അപ്പൊ ഒരു ബുദ്ധിമുട്ടായിട്ട് കെട്ടലാണ്. അത് വലിയ മോഡല. ഇത്രയും ഇപ്പഴാണ് കേട്ടോ എനിക്കത് മനസ്സിലായി. ഞാനത് ഇത്ര ഫ്രീക്കനായിട്ട് ആരാണ് തടിപ്പടിക്ക് പോകുന്നത് കെട്ടി വെച്ചിട്ടേ. അത് താഴ്ന്നിങ്ങനെ മരങ്ങനെ വാരുമ്പോഴേ മുടി മുന്നേക്ക് വരാൻ വേണ്ടി കെട്ടിരുന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോ മുണ്ട് കെട്ടും അതിന് പകരം. അതെന്തെങ്കിലും സംഭവമാണ്, അല്ലാതെ ഒരു ട്രെൻഡായിട്ട് മോഡലായിട്ടൊരു സംഭവം ഒന്നല്ല. എന്താണ് ഷമീർ എന്ത് പറയാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽപ്പുണ്ടല്ലോ? എന്തൊക്കെ പറയാൻ പറ്റാണ്ട് ഇങ്ങനെ. ഇപ്പൊ കാണാൻ മരിക്കല്ലേ, പണിന്റെ ഇടയിൽ ഭയങ്കര സംഭവമാണ് നമ്മളെ. ഞാനൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇതല്ല ഷമീർ, ഈ ഭാഷയിൽ പച്ചർച്ച് തിന്നാറി ഒരാളാണ്. അതായത് ഒരാളെ അങ്ങ് കളിയാക്കി അല്ലെ, കളിയാക്കി കൊല്ലുവന്. അതന്നെ അറിയുന്നേ. നമ്മളെ പണിയില് നമ്മള് വെറുപ്പിച്ച് ഒരാളെ വെറുപ്പിച്ചിട്ടില്ലതോ അങ്ങനെയൊന്നും എന്ത് പറഞ്ഞാലും അതൊരു തമാശാക്കി എടുത്തിട്ട് ആണ് ഇതാക്കും. അതിന് പറ്റിയുള്ള അവനുണ്ട്. ഞങ്ങളെ കൂട്ടത്തിൽ വേറെ ഷഫീക്ക് അറിയും പണിയെടുക്കണേ, ഓനും. അപ്പൊ ഷമീറിന് എന്നോട് എന്തുണ്ട് വായുടെ തുമ്പത്തുണ്ട്, പറഞ്ഞു നാക്കിന്റെ തുമ്പത്തുണ്ട്. എന്താ പറയാൻ പറഞ്ഞേ? പറഞ്ഞോളൂ, ഞാൻ പറയാം. ഓനെങ്ങനെ കാണും ഇതൊന്നും അല്ല ഷമീർ. ഷമീർ എന്ന് പറഞ്ഞപ്പോ നമ്മള് ഇതിന് വേണ്ടി പറയാട്ടില്ലേ, ഓരോ ശരിക്കും വിളിച്ചത് 10 എന്നാണ്. 10 ഓൻ അറിയപ്പെടുന്നത് വീഡിയോസിലൊക്കെ. അത് ടൈറ്റ് ആണ് ഒരു പേര് 10. ഇവിടെ ഒന്നും വന്നിട്ട് നിങ്ങള് ഷമീർ, ഇവന്റെ നാട്ടിൽ ഷമീർ ഷമീർ എന്ന് വിളിച്ചു എനിക്കൊരു പുലിവാക്കാര്, പക്ഷെ ഞങ്ങളെ വിളിച്ചൂല. ഞങ്ങളാരും വിളിച്ച ഇവന്റെ ജ്യേഷ്ഠൻ ഒരു ജ്യേഷ്ഠം. ഞാൻ ഫസ്റ്റ് കേക്കാണ് ഇപ്പൊ എന്റെ ജ്യേഷ്ഠൻ വന്നിട്ട് വിളിച്ച ഷമീർ. ഞാൻ നോക്കിയിട്ടുണ്ട് ഇത് ആരെ വിളിക്കണിച്ചിട്ട്. അപ്പൊ പിന്നെ 10 ഇവന്റെ അല്ലെ വീട്ടുത്തോല് വരെ 10 അല്ലേ? കൊറേ മുന്നേ പന്തളിച്ചുമ്പോഴേ അത് ഈ ഗ്രൗണ്ടിലാണ്. ഈ ഗ്രൗണ്ടിൽ പന്തളിക്കുമ്പോ ഒരു മാച്ച് ഉണ്ടായിരുന്നു. അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ കളിക്കണം. അപ്പൊ കളിക്കുമ്പോ അതില് 10 ഗോൾ അടിച്ച് നിൽക്കുക. ഞാൻ 10 ഗോൾ അടിച്ച് നിൽക്കുക. അപ്പൊ ലാസ്റ്റ് ഒരു ഗോളും കൂടി അടിച്ചോടുകൂടെ ആ മുകളത്ത് ബാറിന് കൊണ്ടിട്ട് നിലത്തൊരു വര ഉണ്ടാവില്ലേ, ആ വരക്കെട്ട് തട്ടി. അപ്പൊ ഒരു ഗോള് കൂട്ടാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു 1/2 ഗോളില് കൂട്ടിത്തിരുന്നാണ്. അങ്ങനെയാണ് 10 ഗോളായത്. 1/2 ഗോളിന് കൂട്ടിത്തരുന്ന 1/2 ഗോളിന് കൂട്ടിത്തരുന്ന അങ്ങനെ ആയതാണത് 10. ആ പേര് അങ്ങനെ പോന്നു. അറിയപ്പെടുന്നത് ഈ നാട്ടിൽ വന്ന് അന്വേഷിച്ചവനെ അറിയില്ല, ഷമീർ എന്നുള്ള പേരിൽ അറിയില്ല. ആ ഫുള്ള് 10 ഞാൻ ഷമീർ എന്നുള്ള പേര് ക്യാച്ച് ചെയ്തു. ഞാൻ പൊതുവെ അങ്ങനെ ആളുടെ പേര് ക്യാച്ച് ചെയ്യാനാണ്. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ ക്യാമറ ചീഫിന്റെ പേര് ഷമീർ എന്നാണ്. എന്നാ ഇനി അവനെ 10 വിളിച്ചേക്കാം, ലാഭിച്ചേക്കാം. പിന്നെ പാട്ടൊക്കെ പാടുമെന്ന് പറഞ്ഞു. സംഭവമൊന്നുമില്ല.
അപ്പൊ നമ്മള് പണിന്റെ ഇടയിൽ പാടിപ്പോണു അത്രേ ഉള്ളൂ. അല്ലാതെ ഈ ഇതിപ്പോ ഡാൻസ് എന്റെ പണിയാ പാടിക്കുന്നത്. നിങ്ങൾ പണിന്റെ ഇടയിലോ? ഡാൻസ് പോലെ തന്നെ അതും ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഒക്കെ ഒരു സമയത്ത് ആഗ്രഹം ഉണ്ടായി, പക്ഷെ അന്നൊന്നും നടന്നില്ല. ഇപ്പൊ എന്ത് പറ്റി അന്നൊന്നും നടക്കാതിരുന്നേ? അന്ന് അതിന്റെ സാഹചര്യം ആയിരുന്നില്ല, അത്ര സംഭവം തന്നെ. ഇപ്പൊ എല്ലാം കൊണ്ട് ഓക്കെയാണ്. ഇപ്പൊ ഞങ്ങളെ പണി കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കൂലിയുള്ള പരിപാടിയാണ്. ഞങ്ങളുടെ മരപ്പണി പറഞ്ഞാല് നല്ല റിസ്ക് ആണ്, അതിനനുസരിച്ച് നല്ല കൂലിയുണ്ട്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോവാൻ സമയം കിട്ടുന്നില്ല. അവരിതുകൊണ്ട് ഇങ്ങനെ ഒന്നിനും ഞങ്ങളിത് നല്ല റിസ്ക് എടുക്കേണ്ടത്. അപ്പൊ എന്ന് പറഞ്ഞാല് ഞങ്ങളിപ്പോ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ആദ്യമൊക്കെ ഈ ഡബ് ചെയ്തിട്ടും കാര്യങ്ങളും മൈക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഡബ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ പാടായിട്ടില്ലാതായിരുന്നു. പിന്നെ ഇപ്പൊ വന്നിട്ട് ഈ വർക്ക് പറഞ്ഞില്ലേ 10 മണിക്കൊക്കെ പണി മാറ്റി വരിക. അപ്പൊ നാളേക്ക് വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇത് എഡിറ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ടുണ്ടാവും. അപ്പൊ രാത്രി 1 മണി 2 മണി വരെയൊക്കെ പോയി ഇരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഉറങ്ങാതിലാക്കി ഒരു വീഡിയോ എടുക്കണം, അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് risk ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഞാനും ഇവനും ഇതിൽ കാര്യമായിട്ട് ഒന്നും മെയിനായിട്ട് അഭിനയിക്കാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയല്ല. അയ്യോ, ഇന്നാള് നിങ്ങളുടെ വീഡിയോനകത്ത് ആരോ ക്യാമറമാൻ ഇവനാണ് ഈ വീഡിയോയുടെ എന്നൊക്കെ ആ പറയുന്നത്. ഞങ്ങള് അതുണ്ട് ഞങ്ങൾ ഒരുപാട് കമന്റ് ചോദിക്കണ ഞങ്ങള് വീഡിയോസിന്റെ ക്യാമറ ആരാണെന്ന്. ഞങ്ങള് വീഡിയോസിന്റെ ക്യാമറ ഞങ്ങൾ തന്നെയാണ്. പിന്നെ ഷോർട്ട് ഷുക്കൂർ കളിക്കുമ്പോ ഷമീർ ആ ഒരു കളിക്കും. സംഭവമാണ് ഞങ്ങൾ ആ ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനെ റീൽസ് എടുക്കാൻ വെച്ചാൽ മെല്ലെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞിങ്ങനെ മാറിയിട്ടൊക്കെ ഞങ്ങള് വീഡിയോസ് പിന്നെ ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ ഇവരെടുക്കും, ഇവരുടെ എന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കും. അത് പ്രത്യേകമായിട്ട് ഒരു പ്രൊഫഷണൽ main ആയിട്ടുള്ള നിങ്ങൾക്കൊക്കെ comment ഉള്ളത് പോലെ ഞങ്ങൾക്കൊരു ക്യാമറമാനൊന്നും ഇല്ല. ഞങ്ങള് പരസ്പരം എടുക്കലാണ്. ഇതിൽ ആര് വന്നോ ഓലൊക്കെ എല്ലാവരും ആ, ക്യാമറമാൻ. എല്ലാവർക്കും മറ്റേ ഒരാള് ക്യാമറ എടുക്കും, എന്നാ ഇനി ക്യാമറ എടുത്താൽ ഇങ്ങ വാ ഇവിടെ അഭിനയിച്ചിട്ട് ആ, പോ. ഒരു സംഭവം അങ്ങനെ തന്നെ. അതന്നെ. എല്ലാവരും ഓരോരോ ജോലികൾ, വൈറ്റ് കോളർ ജോബ് ആണെങ്കിലും ഗവൺമെന്റ് ജോലി ആണെങ്കിലൊക്കെ ഒരുപാട് സ്ട്രെസ് ചെയ്തൊക്കെ ഓരോരുത്തരും ഓരോ ജോലിക്കൊക്കെ നിൽക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജോലിക്ക് സ്ട്രെസ്സിനേക്കാൾ ഉപരി ഭയങ്കര കഠിനാധ്വാനവും റിസ്ക് ഉള്ളതാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഇതിൽ ഹാപ്പിയാണ്. മറ്റുള്ളവരെ കാണുമ്പോ, അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്നെ പോലുള്ള ആളുകളെ കാണുമ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇല്ല, ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു ചിന്ത വന്നിട്ടില്ല. ആ. മെയിൻ ആയിട്ട് ഞങ്ങൾ പറയാം, ഞങ്ങളെ ഭരിക്കാൻ ആരുമില്ല. ഞങ്ങളെ മോലാളിമാര് പറഞ്ഞാൽ ഫുൾ അത്രയും ഫ്രീഡം. ഫുൾ ഫ്രീഡം ആണ്. അത് എടുക്കാൻ ഒരു സംഭവമല്ല. ആ. അതാ മെയിൻ ആയിട്ട്. ഒരാള് ഞങ്ങളെ അങ്ങനെ ആജ്ഞാപിക്കല്ലാത്തോണ്ട് ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. പണി ബുദ്ധിമുട്ടാണ്, കാരണം ഞങ്ങളെ കൊണ്ട് കഴിയാത്ത വെയിറ്റ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തോളിൽ വെച്ച് കൊണ്ടുപോയിട്ടാണ് വണ്ടിക്ക് ഇടുന്നത്. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് മാനസികമായിട്ട് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, മാനസികമായിട്ട് തോന്നിയില്ല. ശാരീരികമായിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യന്റെ ഏകദേശം ഡിസ്ക് ഒക്കെ പിന്നെ ഓപ്പറേഷൻ ഒക്കെ പറഞ്ഞാണ്, ഡിസ്ക് ഇളകിയിട്ട് വെയിറ്റ് പൊക്കിയപ്പോ. പക്ഷെ അതൊന്നും പണിക്കിറങ്ങിയാലും നോക്കൂല. പണിക്കിറങ്ങിയ പണി ആ ഒരു സംഭവത്തിൽ ഇങ്ങനെ പോക്കാണ്. വെറുതെ അല്ല ക്രേസി ഷുക്കൂർ ഭയങ്കര ക്രേസ് ആണല്ലോ വർക്കിനോട്. ഇത് എന്താ വെച്ചാൽ കുറെ എണ്ണം ഉണ്ട്, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഞങ്ങളതില്. അപ്പൊ ഇതെന്താ വെച്ചാൽ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളാണ്. ഈ പണിക്കിറങ്ങിയിട്ട് ഇങ്ങനെ ഞങ്ങൾ കുറച്ച് അധികം മുന്നോട്ട് പോകൂല ഈ ജോലി. ഇതല്ല ഏകദേശം കുറച്ചുകൂടി കഴിഞ്ഞാല് വേറെ വല്ല സെക്യൂരിറ്റി അല്ലെങ്കിൽ കടല വർക്ക് ചെയ്യണ്ടേ. അതന്നെ ചെയ്യേണ്ടി വരും. ഇത് പറഞ്ഞാല് നമുക്ക് കഴിയാത്ത വെയിറ്റ് നമ്മൾ എടുക്കല്ലേ. അത് നമ്മള് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ എടുത്തിട്ട് ഒരു ഐഡിയ കൂടി എടുത്തിട്ടാണ് ഞങ്ങള് വൈകുന്നേരം ആകുമ്പോൾ വണ്ടി ലോഡാക്കുന്നത്. അങ്ങനെ ഇതുവരെ കുഴപ്പമില്ലാതെ. കുഴപ്പമുണ്ടോ ചോദിച്ചാല് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും മാനസികമായിട്ടല്ല ശാരീരികമായിട്ട് എല്ലാവർക്കും. ഇവന്റെ കാലിന്റെ സർജറി, പിന്നെ ഊരക്കും സർജറി പറഞ്ഞാൽ ഇവർക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അങ്ങനെ പോകും ഞങ്ങള്. മാനസികമായിട്ട് ഞങ്ങൾക്ക് ഇതൊരു ഒരു പ്രശ്നം വന്നിട്ടില്ല ഈ ജോലി കൊണ്ട്. ഫുൾ ഹാപ്പിയാണ് ഞങ്ങള്. മറ്റല്ല, ഞാൻ ചോദിച്ചു ഞങ്ങളെ പോലെ മാനസികമായിട്ട് ഇങ്ങനെ പ്രഷർ, നമുക്ക് പ്രഷർ ഉണ്ട്, ടാർജറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അതൊന്നും ഇല്ല. ഇത് ഒരു ഞങ്ങൾക്കൊരു ടെൻഷൻ തന്നെ സംഭവമില്ല. പക്ഷെ ഞങ്ങക്ക് ഞങ്ങളെ കുറിച്ച് മുതലാളിമാർക്ക് ടെൻഷൻ ഉണ്ടാവും ചിലപ്പോ. അതന്നെ. എനിക്ക് പാട്ട് പാടി തന്നില്ല. പാട്ട് പറഞ്ഞാല് ഞങ്ങള് ഞാൻ പാടാവേ. ശുക്കൂറ് സുന്ദരന അതുപോലെ എങ്ങനെ പാടാനോ പോലെ അങ്ങനല്ലേ? സംഭവമൊക്കെ തന്നെയാണ്. പറഞ്ഞെടുത്തോ. കോട്ടയം മദ്രസയിൽ പഠിക്കുമ്പോ ഇങ്ങനെ പിന്നെ കോമ്പറ്റീഷനൊക്കെ പോയിട്ടുണ്ട്, സ്റ്റേറ്റ് ലെവലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ആ ടച്ച് വിട്ടു. പിന്നെ ഇപ്പൊ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുകൊണ്ട് ഇതിലാണ് നമ്മളിങ്ങനെ തെളിഞ്ഞു വന്നത്. അല്ല, നമുക്കത് ഒരുപാട് ആളുകൾക്കുള്ള അവർ പറയുന്നൊരു കാര്യമുണ്ടേ, കളിക്കുമ്പോ അവര് മാത്രമേ കാണുന്നുള്ളല്ലോ. മനസ്സിലായി? അതായത് ഫോണിൽ നോക്കുമ്പോ നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഭയങ്കര കോൺഫിഡൻസാ. പക്ഷെ ഇതൊന്ന് കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോൾ ആൾക്കാർ കാണുമ്പോ ഒരു വെപ്രാളവും വിരളിയൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാൽ ആൾക്കാർ നല്ലത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പിന്നെയും ഭയങ്കര എനർജി ആവും. നിങ്ങളെ ഈ പറഞ്ഞ പോലെ നിങ്ങള് ഈ പണിക്ക് പോകുന്നത് നിങ്ങളുടെ വീട്ടിലൊക്കെ എന്നാ എല്ലാരും പറഞ്ഞത്? ഉപ്പയൊക്കെ പോയി തുടങ്ങി, കുറേ പെണ്ണുങ്ങളൊക്കെ എന്നാ പറയുന്നത്? ഇതൊക്കെ പിന്നെ ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോ ഈ ഡാൻസിന്റെ ഇടയിൽ നമ്മൾ ലോഡ് ചെയ്യണ ഒരു പിന്നെ ഇതൊക്കെ വരുമല്ലോ, ഓരോ ക്ലിപ്പൊക്കെ വരുമല്ലോ. അത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മള് പെരയിരുന്നാല് മുന്നോട്ട് പോലല്ലോ. പെരയിൽ പൈച്ചിന് തിന്നണ്ടേ. വെള്ളിയാഴ്ച 2 കിലോ പോത്തണ കൊണ്ടേ കൊടുത്ത് തീർന്നു. എന്താ പറഞ്ഞ ഇവര് സ്പീഡിൽ പറഞ്ഞോണ്ടാ. അപ്പൊ നിർത്തി പറ.
വെള്ളിയാഴ്ച ആ. 2 കിലോ പോത്ത് കൊണ്ടുപോയി കൊടുത്ത ഓലെ വിഷമം മാറും. ഓരുടെ വിഷമം മാറും. വെള്ളിയാഴ്ച 2 കിലോ പോത്ത് കൊടുത്ത അവരുടെ വിഷമം മാറും. വെള്ളിയാഴ്ച പോത്ത് നിർബന്ധമാണ്. എന്തായാലും ഈ ഇത് ഭാഗത്ത് വെള്ളിയല്ലേ? ആ, അത് വെള്ളിയാണ്. പിന്നെ ആരുടെ വീട്ടിലെ ഞങ്ങള് ആര് പരിക്കും ഞങ്ങൾക്ക് വരാം. വെള്ളിയാഴ്ച ഇവിടെ ആരെ വീട്ടിലേക്ക് വന്നാലും ഞങ്ങൾക്ക് വേറൊരു കാര്യം, ഞങ്ങൾ വന്ന മലപ്പുറത്തുകാർ പറഞ്ഞ പ്രത്യേകത ഉണ്ട്. ഞങ്ങൾ എല്ലാം സൽക്കരിച്ചിട്ട് കൂടുള്ളൂ. ഞങ്ങൾ എല്ലാരും പേരിൽ നിന്ന് ബീഫ് ഉണ്ട്. അപ്പൊ വലിയ സംഭവമായിട്ടല്ല, ഞങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ബീഫ് വരട്ടിയതും വരുവാണെങ്കിൽ അതല്ല ഒന്നും വിളിച്ചിട്ടില്ല. വിളിക്കാൻ നിങ്ങളിപ്പോ എന്തായാലും ഇവിടെ വന്നില്ല, ഇനിയിപ്പോ കഴിച്ചിട്ട് തന്നെ പോവാ. നിങ്ങള് പ്ലേറ്റ് മാറ്റുക. അല്ല നിങ്ങൾ പറയാ എല്ലാരും വീട്ടിലും ഉണ്ടാവും. ഇന്ന് തേങ്ങാച്ചോറും ഉണ്ടാവും. അത് നിങ്ങളവിടെ എന്താ പറയാറില്ല, തേങ്ങാച്ചോറും ഉണ്ടാവും, ബീഫും ഉണ്ടാവും, ബീഫ് വരട്ടിയും പപ്പടവും ഒരു ഉപ്പേരി ഉണ്ടാവും. എന്തെങ്കിലും ആയിട്ട് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാവും. അറിയില്ലല്ലോ, അതാണ് ഇതാണ് തേങ്ങാച്ചോറ്. മലപ്പുറത്തിന് അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇതില് ഞങ്ങൾ ഈ മരപ്പണി അറിയോ, ഒരു മെയിൻ ഷെഫാണ് ഈ കാണുന്നത്. ഓണത്തില്ലാത്ത ഒരു ഫുഡ് ഐറ്റംസ് എല്ലാതും വെച്ചിട്ടുണ്ടാവും. ഗൾഫില് പരിന്തിന്റെ ഇറച്ചിയൊക്കെ നിങ്ങൾ കഴിച്ചിക്കണോ? പരിന്തിന്റെ ഇറച്ചി വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. പരിന്തിന്റെ ഇറച്ചിയുടെ ബിരിയാണി പറയുന്നത്. അറബി വീട്ടിലത്തെ കുക്കാണ്. ആണല്ലേ? അപ്പൊ നമുക്ക് 2 ഷെയ്ക്ക് അടിച്ചു തരുക. അതൊക്കെ താന്നതാണ്. അപ്പൊ നിങ്ങൾ അല്ലേ, അപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങള് ഇതിലുണ്ടോ ചോദിച്ചു, പരിന്തിന്റെ ഇറച്ചി കൊണ്ട് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പരിന്തിറച്ചിയുടെ ബിരിയാണി അല്ല, കറിയാക്കാരോ. ബിരിയാണി ഞാൻ ഉണ്ടാക്കില്ല, കറിയാണ്. വലിയ സത്യങ്ങളെല്ലാം പോലെ ഞാൻ പറഞ്ഞ ഞങ്ങളൊക്കെ ഷെയ്ക്കൊക്കെ ആണ് ഒരു അറേബ്യൻ ഫുഡ്, അല്ലെങ്കിൽ ഒരു എനിക്ക് 2 പേര് മറ്റേ മലുഹും മറ്റേത് മലുഹുണ്ട്. മലുഹു മജ്ബൂസ് എന്ന് പറയും. അതൊരു ചോറാണ്. കോഴിട്ടുണ്ടാക്കും. അതൊക്കെ ഓരോ ഭക്ഷണത്തിന്റെ. അത് അറബി ഫുഡിന്റെ അറബി പേരുകൾ തന്നെ അല്ലേ. അത് അവിടെ തന്നെ പോണം. ഇവിടെ പറഞ്ഞു ചിരിക്കുകയുള്ളൂ. നിക്കണവർക്ക് അതറിയാം. ഇവന്റെ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞില്ല ഒരാള് പാതാക്കര വണ്ടിമ കൂടണ്ടെന്ന്, മൂപ്പരും ഇവനും പാടെ ഏകദേശം അടുത്തിരുന്നു. പക്ഷെ ഇവൻ പറയുന്ന കാര്യങ്ങള് മൂപ്പരും സമ്മതിച്ചു തരൂല. ഇവൻ പറയുന്ന പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ ഇവരുടെ ഗൾഫുകാരല്ലേ. ഇവൻ പറയും അതുണ്ടാക്കിയത് ഞങ്ങള് സമ്മതിച്ചു. പക്ഷെ പരിന്തിറച്ചിയുടെ ബിരിയാണി ഉണ്ടായിന്നൊക്കെ പറഞ്ഞു. എങ്ങനെ സമ്മതിച്ചു? ബിരിയാണി ഞാൻ പറഞ്ഞിട്ടില്ല. ഓൻ പറഞ്ഞു പരിന്തിനെ കറി വെച്ചു. അതൊക്കെ അത് ഓരോ വീട്ടിൽ ഓരോരോ ഭക്ഷണങ്ങളായിരിക്കും. ഇപ്പൊ ഈ വീട്ടിലത്തെ ഭക്ഷണം അവര് അടുത്തടക്കണത് വ്യത്യാസങ്ങൾ ഒരുപാടുണ്ടാവും. കൊറേ നോക്കും, പക്ഷെ ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കില്ല. ഓ വീട്ടിലും വെക്കണില്ലത്. അതാണ് ഞങ്ങള് വീട്ടിൽ പോകും. ഞങ്ങളുടെയൊക്കെ ചെറുതിൽ ഞങ്ങൾ ആകെ കൂടെ ഞാൻ കഴിച്ചേക്കുന്നത് ഷെയ്ക്കാണ് തുടങ്ങിയേക്കുന്നത്. പിന്നെ ഇപ്പോഴാണ് ഈ മന്തി വന്നപ്പോ മന്തിയുടെ റൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊന്നല്ല, അതൊക്കെ മേലുണ്ട് ഇവിടെ. നമ്മള് മലപ്പുറം പറഞ്ഞു കൊറേ ആയി. സത്യം പറഞ്ഞ 2 ദിവസം ഇവിടെ അല്ലേ നിക്കണിച്ചെങ്കിൽ അപ്പൊ എന്താണെങ്കിലും നിങ്ങളുടെ ഷുക്കൂറിന് ഇപ്പോഴും ആ ഒരു ചമ്മലൊന്നും മാറിയിട്ടില്ല. ഇപ്പോഴും ഇതൊന്ന് പാടിക്കൊടുക്കൂ. അതന്നെ, അവർ രണ്ടുപേരും എന്റെ റാപ്പിലെത്തി. ഷുക്കു ഇപ്പോഴും ആ കൈ ഇങ്ങനെ തന്നെ നിക്കാ. ഈ കൈ കെട്ടി ഇങ്ങനെ നിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഷുക്കൂർ ഇങ്ങനെ കൈ കെട്ടി നിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒഫൻസീവ് ആവാണ്. ഞാൻ നീ പറഞ്ഞൊന്നും കേൾക്കില്ല എന്നുള്ളത്. നമ്മള് ഇതൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്യാമറ മുന്നിലുള്ള പരിചയം നമ്മള് സാധാരണ ഫോണിന്റെ മുന്നിൽ നിൽക്കല്. തലങ്ങും വരങ്ങും ക്യാമറ വെച്ചാൽ ഏതെങ്കിലും ഒരു മാപ്പിളപ്പാട്ടിന്റെ ഒരു മക്കത്തെ കുന്നിന്റെ ചോട്ടില് ഒറ്റയ്ക്കു നിന്നില്ലേ ആറ്റല്, അഹദിന്റെ വിളിയാളം കാറ്റില് തഴുകുന്നു നബിയോരെ ചേലില്, വദനമിൽ തിരുനനവേ മുഹബത്തിൻ കനിമഴയേ, ആദരമിലൊഴുകി വരും ഹിറയുടെ മധുമൊഴിയേ, കിസ്മത്തിൽ കരയോളം കാരുണ്യത്തിരയായി നബി, കടലോളം കൽബുള്ളിൽ ഇസ്സത്തിൻ അജബായ് നബി, നെഞ്ചിനുള്ളിൽ കൊണ്ടേ ഇഷ്കിൽ കോർത്തോരമ്പേ. മതി 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 മതി. എനിക്ക് ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ പാടി തോപ്പിച്ചേക്കുന്നത്. എനിക്ക് പാടാത്തോട് കൂടെ പാടി ഞാൻ അവരെ തോപ്പിച്ചില്ല. അതാണ് സംഭവം. മനസ്സിലായില്ലേ? ശുക്കൂറെ, നമ്മൾക്ക് ഇന്റർവ്യൂ നിർത്തി. അതിന് മുമ്പ് ശുക്കൂറിന്റെ ആ മാസ്റ്റർ പീസ് സ്റ്റെപ്പ് എന്നെ ഒന്ന് കാണിച്ചു തരുമോ ഒന്നുകൂടെ? ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട്. അങ്ങനെ പെട്ടെന്ന് കാണിക്കേ.
ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാം. കാരണം എന്താ വെച്ചാല് പുല്ലിന് പറ്റത്തില്ല. പുല്ലാണ്, നമുക്ക് മാറ്റാം, ഒരുപാട് നമുക്ക് മാറ്റാം. പുല്ലാണ്. അപ്പൊ എന്താണെങ്കിലും ഷുക്കൂർ നമുക്ക് വേണ്ടിയിട്ട് ഒരു പെർഫോമൻസ് ഒക്കെ ഇപ്പൊ ചെയ്ത് കാണിക്കും. ഷുക്കൂറിനൊക്കെ ഇന്നത്തെ ആകെ കൂടി അവർക്ക് കിട്ടുന്ന അവരുടെ ലൈഫിൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ എന്ത് ജോലിയാണെങ്കിലും അത് എൻജോയ് ചെയ്യുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അത് ജോലിയല്ല, നമ്മൾ അതിൽ ജീവിക്കുകയാണ്, നമ്മൾ സ്റ്റിൽ നമ്മളത് ബ്രീത്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ജീവിച്ചിരിക്കുകയാണെന്ന് നമ്മൾ അറിയുന്ന ആ നിമിഷങ്ങളാണ്. നിങ്ങളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് എനിക്കറിയാം, ഞാൻ എന്നോട് പറഞ്ഞ ഒരു എന്താ പറയുക 5 കിലോയുടെ ഗ്യാസ് കുറ്റി പോലും എടുക്കാൻ പറ്റത്തില്ല. അത് ഊരയ്ക്ക് വേനോണ്ടൊന്നുമല്ല, ഇത്ര തടി ഉണ്ടായിട്ടും പറ്റാത്ത കാര്യമാണ്. വെയിറ്റ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് വെയിറ്റ് എടുക്കാൻ പറഞ്ഞാൽ ജിമ്മിൽ 5 ദിവസം കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല ഞാൻ. കാരണം 5 ദിവസം വരെ എക്സസൈസ് അല്ലേ, 60 ദിവസം വെയിറ്റ് എടുക്കാൻ പറയുമ്പോൾ ഞാൻ പോകത്തില്ല. അതായത് നമ്മൾ മടിയായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല, ഇതാണ് നിങ്ങളുടെ ജീവിതം. അതിന് ഭയങ്കര രസമായിട്ട് അതിൽ എന്റർടൈൻമെന്റ് ആണ് നിങ്ങളെപ്പോൾ. എനിക്ക് തോന്നുന്നു ഇപ്പം ഒരുപാട് ആളുകൾ ഇപ്പൊ ഇത് കണ്ടിട്ട് ഒരുപാട് ഈ നിങ്ങളുടെ റീൽസ് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് റീൽസ് ഞാൻ കണ്ടിരുന്നു. ഇങ്ങനെ ഈ തടി പിടിക്കുന്നവരെല്ലാം കൂടെ ഒന്നിച്ച് ഇങ്ങനെ ഒച്ച വെച്ചിട്ടാണല്ലോ ഇവര് തടി വണ്ടിയെ കയറ്റുന്നത്. അപ്പൊ അത് റീൽസിന്റെ രൂപമായെന്ന് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങളുടെ ജോലി ചെയ്യുന്നതിന് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ. താങ്ക് യു. താങ്ക്സ്. താപ്പോ കൈ